എല്ലാ വർഷവും കർക്കിടക മാസം തുടങ്ങുമ്പോൾ നടുവേദനയും മുട്ടുവേദനയും കഴുത്തുവേദനയൊക്കെ കൂടാറുണ്ടോ? എങ്കിൽ ഈ വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടു നോക്കൂ. മുട്ടിന് വേദന എനിക്ക് ഏറ്റവും കയറുന്നതിന് കുഴപ്പമില്ല, ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഓടി ഇറങ്ങാൻ ഒരു കുഴപ്പമില്ല. മുട്ടിൻ്റെ ഡോക്ടർ പറഞ്ഞ എക്സസൈസുകളെല്ലാം തന്നെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ രോഗത്തിൻ്റെ എക്സസൈസുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. കാരണം ആ ഒരു മാസം ഞാൻ എങ്ങനെ തള്ളി നീക്കും എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. പക്ഷേ ഈ പ്രാവശ്യം കർക്കിടക മാസം വന്നിട്ടാണല്ലോ, അതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മിഥുനമാസം പകുതിയാകുമ്പോഴത്തേക്ക് എന്നെ വേദന തിന്നാൻ തുടങ്ങും. അങ്ങനെയായിരുന്നു എനിക്ക്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒരു കുഴപ്പമില്ല. വേദനകളിൽ നിന്നെല്ലാം ഞാൻ മുക്തി നേടി. ഡോക്ടറോട് എനിക്ക് ഒത്തിരിയേറെ നന്ദിയുണ്ട്. വേദനയുടെ ഒരു ലോകത്തായിരുന്നു ഞാൻ ഒരു 5-6 വർഷമായിട്ട്. ആ വേദനയിൽ നിന്നൊക്കെ എനിക്ക് മുക്തി നേടിയിട്ടുണ്ട്. ഡോക്ടറോട് ഒത്തിരി 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 നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ ഡോക്ടറെ. ഇത് ഒരാളുടെ അനുഭവം മാത്രമല്ല, നടുവേദനയും മുട്ടുവേദനയും ഒക്കെ കൂടുന്ന ഈ കർക്കിടക മാസത്തിൽ അത് വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. വേനൽക്കാലത്തെ കടുത്ത ചൂടിന് ശേഷം തുടങ്ങുന്നതാണല്ലോ കർക്കിടക മാസം. വേനൽക്കാലത്ത് ചൂടിന്റെ കാഠിന്യം കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള സത്തെല്ലാം നഷ്ടപ്പെടുകയും ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിലെല്ലാം സ്റ്റിഫ്നെസ് വരികയും അതുപോലെ ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിൽ വാദം കൂടി തുടങ്ങുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. അതിനുശേഷം കർക്കിടക മാസം അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ ഇത് അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വേദനയെല്ലാം കൂടുന്നതായിട്ട് അനുഭവപ്പെടാറുള്ളത്. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ കൂടി നിങ്ങൾ വളരെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രാത്രി ഭക്ഷണം ഏകദേശം ഒരു 7 തൊട്ട് 8ന്റെ ഉള്ളിൽ കഴിച്ച് തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഓരോ നേരത്തെ ആഹാരം കഴിച്ച് വിശപ്പ് വന്നതിന് ശേഷം അടുത്ത സമയത്തുള്ള ആഹാരം കഴിക്കുക. ഇത്ര മാത്രം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഡൈജഷൻ അത് സംരക്ഷിക്കുകയും മെറ്റബോളിസം നടക്കുകയും ചെയ്യും. സ്ഥിരമായിട്ട് കുടിക്കാൻ നമുക്ക് ചുക്കും മല്ലിയിട്ട് വെള്ളം തിളപ്പിച്ച് കഴിക്കാം. ഇത് ഒരു സൂപ്പർ ഡ്രിങ്ക് ആണ്. നമ്മളുടെ പണ്ട് മുതലുള്ള പല വൈദ്യന്മാരും ഇത് നിർദ്ദേശിക്കുന്നു. അവരുടെ നിന്നാണ് ഞങ്ങൾക്കടക്കം ഇത് കിട്ടിയിട്ടുള്ളത്. ഒരു നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഒരു ഡ്രിങ്കും കൂടിയാണത്. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളൊരു 10 ഗ്രാം ചുക്കും 10 ഗ്രാം മല്ലിയും കൂടി ഇട്ട് തിളപ്പിച്ച് അത് ചെറു ചൂടോടെ പലവട്ടം കുടിക്കുന്നത് ഈ സമയത്ത് വളരെ എഫക്റ്റീവാണ്. കുട്ടികൾക്കും ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ കഷായങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സീസണൽ റെജിമൻ, ഓരോ സീസണിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ദിനചര്യ എന്ന് പറയും, ഋതുചര്യ, സീസണലായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനും ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനും നമുക്ക് സഹായിക്കും. നടുവേദനയും മുട്ടുവേദനയും ഒക്കെ വരാതിരിക്കാൻ സഹായിക്കുന്ന എക്സസൈസുകൾ കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.